Hi everyone, today we will be discussing about the internal audit chapter. അതിനു മുന്നേ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് അറിയണ്ടേ? ഓക്കെ, വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റ്? ഇതും ഒരു ഇൻഡിപെൻഡൻറ്റ് അഷുറൻസ് തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഓഡിറ്റ്, ഇൻഡിപെൻഡൻറ്റ് അഷുറൻസ് ആണ്. പക്ഷേ 4 കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഫസ്റ്റ്, on the effectiveness of internal controls, then on the risk management process, thirdly, to enhance to governance, and last, to achieve the organizational objectives. So, we can say that the definition of internal audit as it is an independent assurance on the effectiveness of internal controls, risk management process to enhance governance and to achieve organizational objectives. ആരൊക്കെ ഇത് ചെയ്യണം? ഇന്റേണൽ ഓഡിറ്റ് വോളണ്ടറി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് മാൻഡേറ്ററി കാറ്റഗറിയിൽ സെക്ഷൻ 138 ഓഫ് കമ്പനീസ് ആക്റ്റും റെഡ് വിത്ത് റൂൾ 13 കുറച്ച് ആൾക്കാരെ പറയുന്നുണ്ട്. അത് ഫസ്റ്റ് കാറ്റഗറിയാണ് ലിസ്റ്റഡ് കമ്പനീസ്. നിർബന്ധമായിട്ടും ലിസ്റ്റഡ് കമ്പനീസിൽ ഇന്റേണൽ ഓഡിറ്റ് വേണം. സെക്കൻഡ് കാറ്റഗറി പബ്ലിക് കമ്പനിയാണ്, ബട്ട് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ്. ഇവരിൽ ഈ ആൾക്കാർക്ക് 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയാലും ഇന്റേണൽ ഓഡിറ്റ് ബാധകമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലിമിറ്റ് പഠിക്കാം. 25 ഇരട്ടിക്ക് 50, 100, 200, 25 into 2, 50 into 2, 100 into 2. ഓക്കെ, ആ രീതിയിൽ. എന്താണ് 25? ഡെപ്പോസിറ്റ്സ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് 25 crore ഓർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് വേണം. സെക്കൻഡ്, 50 crore. എന്താണ് 50 crore? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ. തേർഡ്, 100 ബോറോയിങ്സ് ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ 2 ആൾക്കാർ മാത്രമാണ് ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിന്നോ നമുക്ക് ബോറോയിങ്സ് ഉണ്ടെങ്കിൽ. ആൻഡ് ഇഫ് ദാറ്റ് ബോറോയിങ് ഈസ് എക്സീഡിങ് 100 crores, ഓക്കെ, മോർ ദാൻ ഓർ ഈക്വൽ ടു 100 crore ആണെങ്കിൽ അത് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണ്, നോട്ട് ഓൺ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ 200 crore വിച്ച് ബിലോങ്സ് ടു ദ ടേൺ ഓവർ ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു 200 crores. ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കും ഇന്റേണൽ ഓഡിറ്റ് വേണം. ആൻഡ് വേറെ കാറ്റഗറി ആൾക്കാരല്ലേ, പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിൽ ബോറോയിങ്സും ടേൺ ഓവർ മാത്രം മതി. ഓക്കെ, ബോറോയിങ്സ് ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു 100 crore അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഓർ ടേൺ ഓവർ ഷുഡ് ബി മോർ ദാൻ ഈക്വൽ ടു 200 crore. ഓക്കെ, ഫൈൻ. ഇനി ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ പ്രകാരം ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിളായി, അങ്ങനെയാണെങ്കിൽ ആ ആപ്ലിക്കബിലിറ്റീന് 6 monthsനുള്ളിലെങ്കിലും ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് കമൻസ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയൊരു പ്രൊസീജിയർ. ഓക്കെ, അതാണ് പറയുന്നത്. ആർക്കാണ് ഇന്റേണൽ ഓഡിറ്റർ ആവാൻ പറ്റുക? ഏതൊരു ഫേം ആവാം, ഒരു ബോഡി കോർപ്പറേറ്റ് ആവാം, ഒരു ഇൻഡിവിജ്വൽ ആകാം. ക്വാളിഫിക്കേഷൻ എന്താ? CA ആകാം, CS ആവാം. അവർ ഫുൾ ടൈം പ്രാക്ടീസ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എംപ്ലോയി ഓഫ് ദി കമ്പനി ആവാം, എംപ്ലോയി ആവാതിരിക്കാം. ഹൂ ദ ബോർഡ് മേ ഡീം ഫിറ്റ്. അത് ബോർഡിൻ്റെ ക്രൈറ്റീരിയ ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഹൂ ക്യാൻ ബി ദ ഇന്റേണൽ ഓഡിറ്റർ. ഓക്കെ, സോ ഇതിനകത്ത് ഇന്റേണൽ ഓഡിറ്ററിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി, എന്തൊക്കെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, അതൊരു ഓവറോൾ പ്ലാൻ, സ്കോപ്പ് ആൻഡ് മെത്തഡോളജി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ പീരിയോഡിക് ബേസിസിലുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യും, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. സെക്കൻഡ്, വേരിയസ് ഓഡിറ്റ് അസൈൻമെൻറ്റ് നമ്മൾ ഓവർസീ ചെയ്യും, അത് മോണിറ്റർ ചെയ്യും. അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്, അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ റിപ്പോർട്ടിങ് എങ്ങനെയാണ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് നോക്കും നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ സ്റ്റാഫുകളുണ്ട്, കുറേ വേറെ അതർ റിസോഴ്സസ് ഉണ്ട്, അവരെയൊക്കെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യുക. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക, റിവ്യൂ ചെയ്യുക. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ എക്സ്പേർട്സ് ആരെങ്കിലും വേണമെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവരുടെ റിലയബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അവരെന്തൊക്കെ സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത് നോക്കുക. അതുപോലെ തന്നെ എല്ലാ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും ഒരു പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രസ് എവിടെ വരെ എത്തി, നമ്മൾ എത്രമാത്രം ഇനി അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള സാധനങ്ങൾ നിൽക്കുക. സോ ഇന്റേണൽ ഓഡിറ്റർ എനിക്ക് തോന്നിയിരിക്കുന്നില്ല എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളിൽ തന്നെ ഒരാൾ അയാൾ ഓഡിറ്റ് ചെയ്യുന്ന എല്ലാം എക്സ്റ്റേണൽ ഓഡിറ്റർ പോലെ തന്നെയാണ്. പക്ഷേ അയാൾ സജഷൻസ് കൊടുക്കും, ഇനി ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എക്സ്റ്റേണൽ ഓഡിറ്ററെ സംബന്ധിച്ചോളം അയാൾ സജഷൻസ് ഒന്നും കൊടുക്കില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണെന്ന് പറഞ്ഞ് പോവുള്ളൂ. ബട്ട് വാട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നൊരു പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഇന്റേണൽ ഓഡിറ്ററിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന കാര്യമാണ്, ഒന്ന്, മെയിൻറ്റെയിൻ ദി അഡിക്വേറ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ബൈ കണ്ടിന്യൂസ് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. എക്സാമിനേഷനിലൂടെ ഒരു പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അവരുണ്ടെന്ന് എൻഷുർ ചെയ്യുക. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാഫ് ഒന്നും പെർഫോം ചെയ്യുന്നവരല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം നിൽക്കാൻ. ഈവൻ ദോ നമ്മൾ ചിലപ്പോൾ എംപ്ലോയി ഒക്കെ ആയിരിക്കാം, സ്റ്റിൽ നമ്മൾ ആ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് തൊട്ട് കളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റർ ആവുന്ന ആൾ ഒരിക്കലും മറ്റ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിൽ പെർഫോം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓപ്പറേഷണൽ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആകാൻ പാടില്ല. കാരണം ആ ഒരു ഒബ്ജക്റ്റിവിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചില ഫാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അതോറിറ്റീന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പോഴാണ് ഇൻ്റേണൽ ഓർഡർ വഴിയാണ് അത് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ റിപ്പോർട്ടിംഗ് അതോറിറ്റീൻ്റെ അടുത്താണ് എത്തിക്കേണ്ടി വരും. മാനേജ്മെൻറ്റായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബിസിനസ്സിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് എപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒരാളായിട്ട് നിൽക്കുക. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ഇൻ്റേണൽ ഓഡിറ്റേഴ്സ് വർക്ക് ഇൻക്ലൂഡ്സ് കുറച്ച് റിവ്യൂസ്. ഓക്കെ, നമ്മൾ 7 കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് വൺ ഇൻ്റേണൽ കൺട്രോൾ സിസ്റ്റമും പ്രൊസീജിയേഴ്സാണ്. ഇതിനകത്ത് എന്താ ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഇൻ്റേണൽ ഓഡിറ്റ് റിസ്ക് ഏറ്റവും മിനിമലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഹെറൻറ്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക് ഇതൊക്കെയാണല്ലോ നമ്മുടെ വേരിയസ് മാഗ്നിറ്റ്യൂഡ്സ്. ഇതെല്ലാം ഏറ്റവും മിനിമൽ ലെവലിൽ നിർത്താനും അതുപോലെ തന്നെ ഇൻ്റേണൽ കൺട്രോൾസിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ആ റിവ്യൂ നടത്താൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ്റേണൽ കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സെക്കൻഡ് കസ്റ്റോഡിയൻഷിപ്പ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ്. അസറ്റ് സേഫ് ഗാർഡ് ആണോ, അതിൻ്റെ പ്രോപ്പർ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ വെരിഫൈ ദ എക്സിസ്റ്റൻസ്. ഇനി സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഒക്കെ പ്രോപ്പറായിട്ടാണോ, അസറ്റ്സ് എല്ലാം ഫുള്ളി അക്കൗണ്ടഡ് ആണോ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. തേർഡായിട്ട് കംപ്ലൈൻസ് വിത്ത് പോളിസീസ്, പ്ലാൻസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റെഗുലേഷൻ. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീക്ക്നെസ് ഉണ്ടോ, ഇന്നൊരു റൂൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇൻഫർമേഷൻ എത്രമാത്രം റിലയബിൾ ആൻഡ് റെലവൻ്റ് ആണെന്ന് നോക്കുക. കാരണം ഇൻഫർമേഷൻ സിസ്റ്റം റിവ്യൂ ചെയ്യേണ്ടത് നമ്മുടേതാണ്. ഇതേ ഇൻഫർമേഷൻ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് 5th and 6th പോയിന്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്, വിച്ച് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഇൻ്റേണൽ ഓഡിറ്റ്. 5th and 6th പോയിന്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. റിവ്യൂ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഇത് മനസ്സിലാക്കണ്ടേ? ഏതൊരു ഓഡിറ്റ് ഇൻ്റേണൽ ഓഡിറ്റ് പ്ലാനിൻ്റെ വൺ ഓഫ് ദി അഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ്റേണൽ ഓഡിറ്റർ ആ ഓർഗനൈസേഷനെ പറ്റി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ റിവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ഹീ ഷുഡ് റിവ്യൂ ദ മാനർ ഇൻ വിച്ച് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി എൻറ്റിറ്റി ആർ ഗ്രൂപ്ഡ് ഫോർ ദി മാനേജറിയൽ കൺട്രോൾ. ഓക്കെ, ആൾ മനസ്സിലാക്കേണ്ടത് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും പ്രോപ്പർ ഹാർമണിയിലാണോ, അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർ രീതിയിലാണോ എന്നുള്ളത്. സെക്കൻഡ്, ഒരു ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് എക്സാമിൻ ചെയ്യണം. അത് സിമ്പിളായിട്ടാണോ, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷൻ്റെ മുകളിൽ ഒരു അൺഡു ഇൻഫ്ലുവൻസ് എൻജോയ് ചെയ്യുന്നില്ല, ഒരു ഡോമിനൻസ് ഇല്ല എന്നുള്ളത് ആ ചാർട്ടിൽ നിന്ന് വ്യക്തമായിരിക്കണം. ആ ഒരു അതോറിറ്റി പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, പിന്നെ he should particularly see that the responsibilities of the managerial staff at the headquarters are not overlapping with those of the chief executives. Okay, and internal auditor should examine the reasonableness of the span of control of each executive. അതായത് ഓരോ എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ കീഴിലും ഇത്രയും സബോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് ദി സബോർഡിനേറ്റ്സ് നമ്മുടെ കൺട്രോളബിൾ ലിമിറ്റിലായിരിക്കട്ടെ, പ്രോപ്പർ മോണിറ്ററിങ് കിട്ടുന്ന രീതിയിലായിരിക്കട്ടെ. അതിനാണ് നമ്മൾ എക്സാമിൻ ദ റീസണബിൾനെസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രോപ്പർ യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ടോ, ഒരാൾ ഒരു സുപ്പീരിയറിന് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ആ ഒരു ചെയിൻ പ്രോപ്പർ ആയിരിക്കണം നോക്കണം. ഇനി ഡ്യുവൽ റെസ്പോൺസ്, ചിലർക്ക് ഒരേ കാര്യം തന്നെ 2 പേർക്ക് ഡ്യുവൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. പക്ഷേ പ്രൈമറി ആയിട്ട് ആരുടെ അടുത്താണ് റെസ്പോൺസിബിലിറ്റി എന്നും വേറെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾക്കിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, ഫിക്സ്ഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിരിക്കും വേണം. അത് ആൾക്കാർ അവെയർ ആണെന്നുള്ളത് ഇൻ്റേണൽ ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഓക്കെ, പിന്നെ ഫൈനലി എന്താണ് മാനേജറിയൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് റിവ്യൂ ചെയ്യാം. ഇതായിരുന്നു 5th പോയിന്റ്, റിവ്യൂ ഓഫ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഇതെങ്ങനെയാണ് മാനേജറിയൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് നോക്കുക. അത് എങ്ങനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കുക, സിമ്പിളാണോ കോംപ്ലക്സ് ആണോ, ആൾക്കാർക്ക് പ്രോപ്പർ അതോറിറ്റി ആരാന്ന് മനസ്സിലാവുന്നുണ്ടോ, ഒരു ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷനും മുന്നിൽ ഡോമിനൻസ് ഉണ്ടാവാൻ പാടില്ല, റീസണബിൾനെസ് ഓഫ് ദി സ്പാൻ ഓഫ് കൺട്രോൾ ഓഫ് ഈച്ച് എക്സിക്യൂട്ടീവ് ഷുഡ് ബി എക്സാമിൻഡ്. ഓക്കെ, ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഇസ് റിവ്യൂ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, എന്താണ് റിവ്യൂ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ആണോ. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഓഫീസിൽ അവരൊരു സ്പേസ്, അത് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ജിമ്മാണ് നടത്തുന്നത് അവിടെ, പക്ഷേ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ജിമ്മ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതേ ഓഫീസിന് വേറൊരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് അവർ പുറത്തുനിന്നൊരു ഹോട്ടൽ റൂം എടുത്തിട്ട് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറേ ഫണ്ട്സ് ഉണ്ട്, ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ എന്താ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പ്രോപ്പർ അല്ലാന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഫുള്ളി ഒന്നിനെയും യൂട്ടിലൈസ് ചെയ്യുന്നില്ല.
ഓക്കെ, അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ഓരോരുത്തർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, എന്തെങ്കിലും ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും അല്ല ഭയങ്കര വേരിയേഷൻസ് ഉണ്ടോ, ആ വേരിയേഷൻസ് വരാൻ എന്തൊക്കെ റീസൺസ് ആയിരിക്കും ഉണ്ടാകുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് പെർഫോമിംഗ് ദി ഇന്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. 5 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോർമൽ ഓഡിറ്റിലെ പോലെ അണ്ടർസ്റ്റാൻഡിങ് ദി എൻറ്റിറ്റി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പോലെ ഒബ്റ്റെയിൻ ദ നോളജ് ഓഫ് ദി ബിസിനസ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. എന്താണ് ബിസിനസ്, അതിനെപ്പറ്റി അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. സെക്കൻഡ്, ഓഡിറ്റ് പ്ലാനിങ്. ഓക്കെ, തേർഡ്, നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. ഫോർത്ത്, ഓഡിറ്റ് ചെക്സ് പെർഫോം ചെയ്യുക. ഫിഫ്ത്ത്, റിപ്പോർട്ട് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, എങ്ങനെയാണ് ഫസ്റ്റ് വൺ നമ്മുടെ ഒബ്റ്റെയിൻ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ബിസിനസ് ആൻഡ് ഇറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഒന്ന്, നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടോ മാനേജ്മെൻറ്റായിട്ടോ ഒക്കെ നമുക്ക് കുറേ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. അവരുടെ ബിസിനസ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അവരുടെ ERP സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇനി പെർഫോം ഓഡിറ്റ് പ്ലാനിങ്. എന്തൊക്കെയാണ് ഓഡിറ്റ് പ്ലാനിങ്ങിൽ? ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, അത് നമ്മൾക്ക് നമ്മൾ കീ മാനേജർ പേഴ്സൺസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. ഓഡിറ്റ് പ്ലാൻ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അത് ചിലപ്പോൾ ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്ററൊക്കെ ആയിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വിതൗട്ട് ഗ്യാദർ ദി ഇൻഫർമേഷൻ. എവിടുന്ന്? നമ്മൾ മാനേജ്മെൻറ്റിൽ നിന്നല്ലേ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് സോഴ്സിൽ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് നോക്കുക. ആൻഡ് പെർഫോം ദി ഓഡിറ്റ് ചെക്സ്. ഓഡിറ്റ് ചെക്സിൽ പറയുന്ന കാര്യങ്ങൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് ചെയ്യും. സാമ്പിളിങ്, എവിഡൻസ് ഗ്യാദർ ചെയ്യുക, റിപ്പോർട്ടിംഗ്, ചില ഇൻ്ററിം റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാകും, ഡോക്യുമെൻറ്റേഷൻ, അതായത് ഇതൊക്കെ എൻഷുർ ചെയ്യാൻ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും വേണം. അതാണ് പെർഫോം ഓഡിറ്റ് ചെക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് നമ്മളൊരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം ഇൻറ്റേർണൽ ഓഡിറ്റിന്. അതിൽ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ പ്രോസസ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്, ഓഡിറ്റ് കവറേജിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്, ഏതൊക്കെ പീരീഡാണ് കവർ ചെയ്തിരിക്കുന്നത്, ഒരു സമ്മറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാവുക. എന്നിട്ട് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിന് ശേഷം മാനേജ്മെൻറ്റ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, ഓക്കെ, ഇതിൻ്റെയൊക്കെ ഏതാണ് ടാർഗറ്റ് ടൈം ലൈൻസ് എന്നുള്ളത് മാനേജ്മെൻറ്റ് ഇതുണ്ടാവും. എന്നിട്ട് ഈ മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാനിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇവരിത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ റണ്ണിങ് ആണോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിക്കാണ്. പൊതുവെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയാണ് വരിക. അപ്പോൾ അതാണ് പോയിന്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 2 സ്റ്റാൻഡേർഡ്സ് വരെ പഠിക്കാനുണ്ട്. SIA 370, 390. The standards on internal audit. 370 is the reporting requirements and 390 പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ഓഡിറ്റിലുള്ള ഇഷ്യൂസിനെ പറ്റിയാണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് നമുക്ക് 2 സ്റ്റേജസിലുണ്ട്. ഫസ്റ്റ് വൺ, ആ ഒരു പർട്ടിക്കുലർ അസൈൻമെൻറ്റ് കഴിയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്, ആ അസൈൻമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, അതിനകത്ത് കീ ഐഡൻറ്റിഫൈ ചെയ്തത് കീ ഹൈലൈറ്റിംഗ് മാറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്കൻഡ്, പീരിയോഡിക് ബേസിസിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്വാർട്ടർലി ചെയ്യാം. ഇത് നമുക്ക് ക്വാർട്ടർലി ബേസിസ് ചെയ്ത് ഓഡിറ്റ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത് പീരിയോഡിക് ബേസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 4 റിപ്പോർട്ടിംഗ് അങ്ങനെ പോകും ക്വാർട്ടർലി ബേസിസിലാവുമ്പോൾ. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി അസൈൻമെൻറ്റ് നമ്മളൊരു റിപ്പോർട്ടിംഗ് കൊടുക്കും. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ടിപ്പിക്കലായിട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഓഡിറ്റ് സ്കോപ്പ് എത്രമാത്രം ഉണ്ട്, ഓഡിറ്റ് പീരീഡ് നമ്മൾ ഏതൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി വേണം, സമ്മറി ഓഫ് ദി ക്രിട്ടിക്കൽ ഫൈൻഡിങ്സ് വേണം, പിന്നെ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഫൈൻഡിങ്സ് വിത്ത് ദ ഇലാബറേഷൻ ഓൺ ബിസിനസ് ഇമ്പാക്ട് ആൻഡ് റൂട്ട് കോസ് ഓഫ് സച്ച് ഇഷ്യൂസ്. എന്തൊക്കെ വേണം? ഓഡിറ്റ് സ്കോപ്പ്, ഓഡിറ്റ് പീരീഡ് കവേർഡ്, എക്സിക്യൂട്ടീവ് സമ്മറി ഓൺ ക്രിട്ടിക്കൽ ഫൈൻഡിങ്സ്, പിന്നെ ഓഡിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റ് ഫൈൻഡിങ്സ്. എന്തിനാ ഈ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഫൈൻഡിങ്സ് നമ്മളെ ബിസിനസ്സിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അങ്ങനെ ഒരു ഡീവിയേഷൻ വരാൻ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. റേറ്റിംഗ് ഓഫ് ദി ഹൈലൈറ്റഡ് ഇഷ്യൂസ്. നമ്മൾ കുറേ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റിംഗ് നമ്മൾ കൊടുക്കണം. ഈ റേറ്റിംഗ് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നുള്ള ആ ഒരു റേറ്റിംഗ് നമ്മൾ കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ട്, അപ്പം നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. റെസ്പോൺസിബിൾ ഫംഗ്ഷൻ അതോറിറ്റീൻ്റെ അടുത്ത് അവരുടെ അടുത്ത് കിട്ടിയ, ഇപ്പോൾ റെക്കമെൻഡേഷൻ കൊടുത്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസ്പോൺസസ് എന്തൊക്കെയാണ്, അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ടൈം ലൈൻ എപ്പോഴാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ആക്ഷൻ ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണം നമുക്ക് പറയാമല്ലോ, അതുപോലെ തന്നെ അവരത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഫൈൻ, യെസ്. ഇനി ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നത് SIA 390 പ്രകാരം. അതായത് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് പ്രയർ ഓഡിറ്റ് ഇഷ്യൂസ് ആണ്. ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്ററാണ് എന്തിന് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാനും ഈ പ്രയർ ഓഡിറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും അത് പ്രോപ്പർ മോണിറ്റർ ചെയ്യുന്ന ആൾ
റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ നമ്മൾ ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈവൻ ദോ ആക്ഷൻ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് അടുത്താണെങ്കിലും ഇത് റിവ്യൂ ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്റർക്കാണ്. ഇനി ഒരു ആക്ഷൻ പ്രോപ്പർ ടൈമിൽ എടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റ് അറ്റൻഷൻ നമ്മൾ ഡ്രോ ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി മാനേജ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല, അവർ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടും അവരൊന്നും ചെയ്തിട്ടില്ല, സജഷൻസും ഇംപ്ലിമെൻറ്റേഷൻസും ഒന്നും കണക്കിലെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്തിട്ടില്ല എന്നുള്ള റീസൺസ് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ഇനി മാനേജ്മെൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ പ്രോപ്പറായിട്ടാണെങ്കിൽ നമ്മൾ പോയി റിവ്യൂ ചെയ്യണം, അവർ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻസ് അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ആക്ഷൻസ് എടുക്കും എന്നുള്ളതാണ്. ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ നമുക്ക് പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ടഡ് ഇഷ്യൂസ് നമുക്ക് റെഫറൻസ് കൊടുക്കാം. ഇതൊക്കെയായിരുന്നു നമുക്ക് റെഫറൻസിലുള്ളത്. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ആക്ഷൻ വിച്ച് ഇസ് എഗ്രീഡ് ബൈ ദ മാനേജ്മെൻറ്റ് എലോങ് വിത്ത് ദ ടാർഗറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇനി എന്താണ് അതിലുള്ള പ്രശ്നങ്ങളെന്നും അതെന്ന് നമ്മൾ തീർക്കുന്നുള്ളത് പറയാം. മാനേജ്മെൻറ്റ് എടുത്ത ആക്ഷൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അൺഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും. ഇനി അൺഇംപ്ലിമെൻറ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതിനകത്തുള്ള റിസ്ക്കും റേറ്റിംഗും നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം റിസ്ക് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനകത്ത് റിസ്ക് എലമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ റിസ്ക് എലമെൻറ്റ് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ അതിൻ്റെ റേറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓഡിറ്റ് കമ്മിറ്റി കൊടുക്കുന്ന പ്രകാരം കുറച്ച് റേറ്റിംഗ് ഉണ്ട്, ആ റേറ്റിംഗിൻ്റെ കാര്യം ഇതാക്കുക. പിന്നെ ഓഡിറ്റ് ഫൈൻഡിങ്സ് വിച്ച് ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, കുറേ നാളായിട്ട് ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്നൊരിതുണ്ടാവും, ചില ക്രിട്ടിക്കൽ ഓഡിറ്റ് ഫൈൻഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഉള്ളത്. ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും നമ്മൾ ഡിഫറൻസിനെ പറ്റി ഒരു ചാർട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ബേസിക്കലി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അക്യുറസിയും വാലിഡിറ്റിയാണ്. ഓക്കെ, ഇതിന് ഇൻറ്റേർണൽ ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, മെമ്പേഴ്സാണ്. ഇതിൻ്റെ യൂസേഴ്സും അവർ തന്നെയാണ്. വേറെ ഇൻറ്റേർണൽ ഓഡിറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ പീരീഡ് കവർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റർ കണ്ടിന്യൂസ് പ്രോസസ് ത്രൂ ഔട്ട് ദി ഇയർ, മറ്റത് 10 months in a year ആണ്. ഓക്കെ, പിന്നെ ഓഡിറ്റർ മേ ബി എംപ്ലോയി ഓഫ് ദി എൻറ്റിറ്റി ആയിരിക്കാം ഇൻറ്റേർണൽ ഓഡിറ്റർ. ഓക്കെ, യെസ്, സോ ദാറ്റ്സ് ഇറ്റ്.